ഈ സെൻട്രൽ ജയിലിൽ മർദ്ദനമേറ്റ തടവുകാരൻ മനോജിനെ ഹാജരാക്കാൻ ഇപ്പോൾ NIA കോടതിയുടെ നിർദ്ദേശം വന്നിട്ടുണ്ട്. കണ്ണൂർ ജയിലിലുള്ള അസ്ഹറുദ്ദീന് ചികിത്സ നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്തേക്ക് മാറ്റിയ മനോജ് 6ാം ദിവസവും നിരാഹാരം തുടരുകയാണ്. മനോജിന് ഐക്യദാർഢ്യവുമായി വിയ്യൂരിൽ 2 തടവുകാരും നിരാഹാരമിരിക്കുന്നുണ്ട്. സഫാൻ VP തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സഫാൻ, ഈ വാർത്ത നമ്മൾ ബ്രേക്ക് ചെയ്തതാണ്. കഴിഞ്ഞ ദിവസം ഇവരുടെ കുടുംബക്കാരുടെയൊക്കെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സഹതടവുകാർ ഇതിൽ പ്രതിഷേധിച്ച് നിരാഹാരമിരിക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണോ NIA കോടതി ഇങ്ങനെ ഒരു നിർദ്ദേശം വെക്കുന്നത്? അമൃത, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ടായിരിക്കെ തന്നെ മനോജിനെ കോടതിയിൽ ഹാജരാക്കാൻ NIA കോടതി നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ അപ്പോൾ ജയിൽ അധികൃതരും പോലീസും നൽകിയ വിശദീകരണം എന്തെന്ന് വെച്ചാൽ ചികിത്സയിലിരിക്കെ ഹാജരാക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിർദ്ദേശമായിരുന്നു ജയിൽ അധികൃതരുടെ ഭാഗത്ത് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ജസ്റ്റിസ് ഫോർ പ്രിസണേഴ്സ് അടക്കമുള്ള സംഘടന കോടതിയിൽ അപ്പീൽ നൽകിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ മനോജിനെ ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കണമെന്നുള്ളൊരു നിർദ്ദേശം NIA കോടതിയുടെ ഭാഗത്തു ഉണ്ടായിരുന്നത്. അതേസമയം തന്നെ തമിഴ്നാട് സ്വദേശിയായ NIA തടവുകാരനായ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയ അസ്ഹറുദ്ദീന് ചികിത്സ നൽകണമെന്നുള്ള നിർദ്ദേശവും പറയുന്നത്. അസ്ഹറുദ്ദീനെ ആശുപത്രിയിലേക്ക് മാറ്റാൻ ആശുപത്രി അധികൃതർ നിർദ്ദേശം നൽകിയിട്ടും ഇതിൻ്റെ ഭാഗമായിട്ടൊരു നടപടിയും ജയിൽ അധികൃതരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ള പരാതി കുടുംബമടക്കം ഉന്നയിച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് അസ്ഹറുദ്ദീന് കൃത്യമായ ചികിത്സ നൽകണമെന്നുള്ളൊരു നിർദ്ദേശം NIA കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ഇന്നലെ വരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ, പോലീസ് കസ്റ്റഡിയിൽ തന്നെ ചികിത്സയിലിരിക്കെയുള്ള മനോജിനെ ഇന്നലെ വൈകുന്നേരത്തോടെ തന്നെ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേസമയം തന്നെ വിയ്യൂരിൽ 2 സഹ തടവുകാർ കൂടി, രാഷ്ട്രീയ തടവുകാർ കൂടി ഈ മനോജിനും അസ്ഹറുദ്ദീനും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ നിരാഹാര സമരം നടത്തുകയാണ്. ഇന്നലെ വിയ്യൂർ സെൻട്രൽ ജയിലിൽ വസ്തുതാന്വേഷണ സംഘം അവിടെ പോയി ജയിൽ സൂപ്രണ്ടിനെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. കഴിഞ്ഞ 13-നാണ് ഈ സംഭവം നടക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആരോപണമാണ് വസ്തുതാന്വേഷണ സംഘം ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് CCTV ദൃശ്യങ്ങൾ ചോദിച്ചപ്പോൾ CCTV ദൃശ്യങ്ങൾ വർക്ക് ചെയ്യുന്നില്ല, കേടാണെന്നാണ് വസ്തുതാന്വേഷണ സംഘത്തോട് സൂപ്രണ്ട് പറയുന്നത്. ഈ വസ്തുതാന്വേഷണ സംഭവം ജസ്റ്റിസ് ഫോർ പ്രിസണേഴ്സും ആരോപിക്കുന്നത് ജയിൽ അധികൃതർക്ക് എന്തൊക്കെയോ മറച്ചു വെക്കാവുന്ന തരത്തിലുള്ള കാരണങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ ഒടിഞ്ഞു മാറുന്ന നടപടികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ മർദ്ദനവുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ നടപടി സ്വീകരിക്കാനുള്ള വ്യവസ്ഥ ഉണ്ടാക്കി കൊടുക്കണം. ഈ തന്നെ മർദ്ദിച്ച ജയിൽ വാർഡൻ അടക്കമുള്ള ആളുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള ഒരു അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ മനോജ് കസ്റ്റഡിയിലിരിക്കെ ഇപ്പോൾ നിരാഹാര സമരം തുടരുന്നത്. മനോജ് അന്നു മുതൽ 13-ന് അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്നു. ഗുരുതരമായി കണ്ണിനടക്കം പരിക്കേറ്റ മനോജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരിക്കുന്നു. ചികിത്സയിൽ ഇരിക്കെ മുതൽ ഇന്ന് 6ാം ദിവസവും മനോജ് നിരാഹാര സമരം തുടരുകയാണ്. അതിൻ്റെ ഇടയിലാണ് NIA കോടതിയിൽ നിന്ന് ഈ തടവുകാർക്ക് അനുകൂലമായൊരു വിധി ഉണ്ടാകുന്നതും. കണ്ണൂരിൽ ചികിത്സയിലുള്ള അസ്ഹറുദ്ദീന് ഇത്തരത്തിൽ ചികിത്സ നൽകണം, കണ്ണൂരിൽ ആശുപത്രിയിലേക്ക് തന്നെ മാറ്റിയില്ല എന്നുള്ള തരത്തിലുള്ള പരാതിയും ഉണ്ടായിരുന്നു. അസ്ഹറുദ്ദീൻ്റെ കുടുംബം കോയമ്പത്തൂർ സ്വദേശിയാണ്. അസ്ഹറുദ്ദീൻ്റെ കുടുംബം കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തി കാണുകയും ഒക്കെ ചെയ്യുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഇന്നലെ ഏതായാലും വസ്തുതാന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലും ഗുരുതരമായിട്ട് തന്നെയാണ് ജയിൽ അധികൃതർക്കെതിരെ വിരൽ ചൂണ്ടുന്നത്. അമൃത സേവ്. സഫ്വാൻ തന്നെയായിരുന്നു ഈ അത്യന്തം ഗൗരവതരമായ ജയിൽ മർദ്ദനത്തിന്റെ വാർത്ത ആദ്യം ബ്രേക്ക് ചെയ്തത്.